ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ആദിഷ് ഗാലറിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഭഗവാനെ കാണാനായി തിരുമല കയറാൻ പോകുകയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വഴി നമുക്കിവരുടെ ബസ്സിലോ ജീപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിലോ വരാൻ പറ്റും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വണ്ടികളിലുള്ള എല്ലാ ഐറ്റംസും ഇറക്കി ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് കാണാം. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അവിടെ ഒരു സ്കാനറൊക്കെ ഉണ്ട്. നമ്മുടെ എയർപോർട്ടിലൊക്കെ സ്ക്രീനിങ് നടക്കില്ലേ, അതുപോലെയാണ് ഇവിടെ ചെക്കിംഗ് ഒക്കെ. എല്ലാവരും അവിടെ എത്തുമ്പോൾ പുറത്തിറങ്ങണം. പിന്നെ ചെക്കിംഗ് കഴിഞ്ഞാലേ വണ്ടിയിൽ കയറാൻ സാധിക്കൂ. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരെങ്കിലും മദ്യം, മീൻ, പിന്നെ ലഹരി വസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ എന്നറിയാനാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ അവർ അവിടെ നിന്ന് നമ്മളെ കടത്തിവിടില്ല. കാരണം ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന സ്ഥലമല്ലേ, അതാണ് ഈ ചെക്കിംഗ് ഒക്കെ. ഇത് കണ്ടോ, ചുറ്റിനും കാടുകളാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മലകളും കുന്നുകളുമായി. ഇടയ്ക്കൊക്കെ ഇവിടെ കുരങ്ങനെയും മാനിനെയൊക്കെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ടായിരിക്കാം, ഈ ടൈം ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്നിനെയും കാണാൻ സാധിക്കാത്തത്. കുറച്ച് കഴിഞ്ഞാൽ അവരെ ഇവിടെ റോഡിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് അവിടെ തന്നെ റൂം എടുത്ത് സ്റ്റേ ചെയ്യും. ദേവസ്വം വക റൂംസൊക്കെ അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ദർശനം നടത്തുന്ന വെബ്സൈറ്റില്ലേ, TTD തിരുമല ദേവസ്വം വെബ്സൈറ്റ്, അതിൽ തന്നെ നമുക്ക് റൂംസ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണത്. മുകളിൽ ചെന്നാൽ താഴത്തെ പോലെ പ്രൈവറ്റ് ഹോട്ടൽസോ ഒന്നും ഉണ്ടാവില്ല. ഈ ദേവസ്വം വഴി ഉള്ള റൂംസുകളും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. താഴെ തിരുപ്പതിയിൽ നമുക്ക് ഇഷ്ടംപോലെ ഹോം സ്റ്റേ, അങ്ങനെ ഹോട്ടൽസ്, അങ്ങനെ പലതും അവൈലബിൾ ആണ്. പക്ഷെ തിരുമലയിൽ ഒന്നുമില്ല. ദേവസ്വം വഴിയുള്ള റൂംസൊക്കെ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതൊരു 1 വേ റൂട്ടാണ് കേട്ടോ. തിരിച്ചിറങ്ങാനും കയറാനും വെവ്വേറെ റൂട്ടുകളാണ്. അതുകൊണ്ട് തന്നെ അത്ര റോഡുകളിലൊന്നും കാര്യമായിട്ടുള്ള ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, തിരക്കുകളോ ഉണ്ടാവില്ല 1 വേ ആയതുകൊണ്ട് തന്നെ. നടന്നു പോകുന്നവർക്കൊക്കെ വേറെ വഴിയാണുള്ളത്. നടന്നു പോകുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. മറ്റുള്ള തീർത്ഥാടന കേന്ദ്രം പോലെയല്ല തിരുപ്പതി. എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. റൂംസിനായാലും ഫുഡിനായാലും ടോയ്ലറ്റിനായാലും എല്ലാ ആവശ്യത്തിനുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് നേരത്തെ പറഞ്ഞ TTയുടെ അക്കോമഡേഷൻ. പല ടൈപ്പ് വീടുകളായാണ് ഇവിടെ കൊടുക്കുന്നത്. GNC, ANC അങ്ങനെ പല ടൈപ്പ് പേരുകളിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട്. വണ്ടികളൊക്കെ അതിന് മുന്നിൽ തന്നെ പാർക്ക് ചെയ്യാനും സാധിക്കും. നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്യാതെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രീ അന്നദാനമൊക്കെ ഉണ്ട്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തിരുമലയിലെ 7 കുന്നുകളിൽ അവസാനത്തേതായ വെങ്കടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കലിയുഗ പ്രത്യക്ഷ ദൈവം എന്നറിയപ്പെടുന്ന ഭഗവാൻ കൂടിയാണ് വെങ്കടേശ്വരൻ. പല ടൈപ്പ് ദർശനമൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ 300 റുപ്പീസിൻ്റെ ശീഘ്ര ദർശനമാണ് എടുത്തത്. ഫ്രീ ദർശനം ഉണ്ട്, പക്ഷേ അത് സമയം എത്ര എടുക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച് അങ്ങനെയൊന്നും നമുക്ക് ദർശന സമയത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. തിരുമലയുടെ പോസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മുഴുവനും നമ്മുടെ ഗോവിന്ദ ഭഗവാന്റെ പാട്ടുകളായിരിക്കും കേൾക്കുന്നത്. ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷം കൂടിയാണ് തിരുമലയിൽ. വണ്ടികളൊക്കെ ഓവർ സ്പീഡൊന്നുമല്ല, ആവശ്യത്തിന് സ്പീഡിൽ എല്ലാവരും പയ്യാണ് വണ്ടികളൊക്കെ ഓടിക്കുന്നത്. റോഡ്സും കാര്യങ്ങളും എല്ലാം നല്ല ക്ലീനും വൃത്തിയുള്ളതൊക്കെയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുടിവെട്ടാൻ നേർച്ചയുള്ളവർക്കുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും നന്ദി. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. നന്ദി.